ഹായ്, ഈ മുഖത്തേക്കൊന്ന് നോക്കൂ. ഇതിനെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ? ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ലോകത്തുള്ള 90% കുട്ടികളുടെയും ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ: ടെഡി ബിയർ. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യനെ കണ്ടാൽ ആക്രമിക്കുന്ന മൃഗമാണ് കരടി. എന്നിട്ടും നമ്മൾ എന്തിനാണ് കരടിയുടെ പാവയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത്? സിംഹത്തെയോ പുലിയെയോ നമ്മൾ ഇങ്ങനെ സ്നേഹിക്കാറില്ലല്ലോ. ഇതിന് പിന്നിൽ 1902 നടന്ന ഒരു സംഭവവും 1943 കണ്ടുപിടിച്ച ഒരു ശാസ്ത്ര സത്യവുമുണ്ട്. ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങൾ തേടി പോവുകയാണ്. നമുക്കാദ്യം 1902 പോകാം. അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു തിയോഡോർ റൂസ്വെൽറ്റ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ടെഡ്ഡി എന്നായിരുന്നു. ഒരിക്കൽ അദ്ദേഹം കാട്ടിൽ വേട്ടയാടാൻ പോയി. കൂടെയുള്ളവർ ഒരു കരടിയെ പിടിച്ചുകെട്ടി പ്രസിഡൻറ്റിനോട് പറഞ്ഞു, സാർ, ഇതിനെ വെടിവെച്ചോളൂ, നിങ്ങൾക്ക് എളുപ്പത്തിൽ വേട്ടക്കാരനാവാം. പക്ഷേ റൂസ്വെൽറ്റ് അത് സമ്മതിച്ചില്ല. കെട്ടിയിട്ട ഒരു മിണ്ടാപ്രാണിയെ കൊല്ലാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കരടിയെ വെറുതെ വിട്ടു. ആ വാർത്ത വലിയ സംഭവമായി. പത്രങ്ങളിൽ കാർട്ടൂൺ വന്നു. ഇത് കണ്ട മോറിസ് മിക്ചോം എന്നൊരു മിഠായി കടക്കാരൻ തൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഒരു തുണിപ്പാവയെ കടയിൽ വെച്ചു. എന്നിട്ട് അതിന് പ്രസിഡൻറ്റിൻ്റെ പേരുമിട്ടു: ടെഡ്ഡീസ് ബിയർ, അതായത് ടെഡിയുടെ കരടി. അത് പിന്നീട് ലോകം മുഴുവൻ കീഴടക്കിയ ടെഡ്ഡി ബിയർ ആയി മാറി. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണിത്. ഇനി ഇതിൻ്റെ പിറകിലുള്ള സയൻസ് നോക്കാം. എന്തുകൊണ്ടാണ് ഈ പാവയെ കാണുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് വാരിയെടുക്കാൻ തോന്നുന്നത്? ഇതൊരു വെറും തോന്നലല്ല. 1943 കോൺറാഡ് ലോറൻസ് എന്നൊരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഇതിനെ കിൻചൻ സ്കീമ അഥവാ ബേബി സ്കീമ എന്ന് വിളിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ടെഡി ബിയറിൻ്റെ ഡിസൈൻ യഥാർത്ഥ കരടിയെപ്പോലെ അല്ല. അതിന് ചില പ്രത്യേകതകളുണ്ട്. വലിയ വട്ടമുഖം, താഴേക്കുള്ള ചെറിയ മൂക്ക്, വലിയ നെറ്റിത്തടം, വലിയ കണ്ണുകൾ. ലോറൻസ് പറഞ്ഞത് ഇതാണ്: മനുഷ്യ കുഞ്ഞുങ്ങളുടെ, അതായത് ഹ്യൂമൻ ബേബീസിൻ്റെ ഈ ലക്ഷണങ്ങൾ എവിടെ കണ്ടാലും നമ്മുടെ തലച്ചോറ് അറിയാതെ തന്നെ സ്നേഹത്തിൻ്റെ ഹോർമോണായ ഓക്സിറ്റോക്സിൻ ഉൽപ്പാദിപ്പിക്കും. അതായത് ഒരു ടെഡി ബിയറിനെ കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് വിചാരിക്കുന്നത് അതൊരു കുഞ്ഞാണ് എന്നാണ്. അതുകൊണ്ട് നമുക്കതിനെ സംരക്ഷിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ തോന്നും. സൈക്കോളജിയിൽ ഇതിനെ ട്രാൻസിഷണൽ ഒബ്ജക്റ്റ് എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾക്ക് എപ്പോഴും അമ്മയെ കിട്ടില്ല. അമ്മ അടുക്കളയിലോ ജോലിയിലോ ആയിരിക്കുമ്പോൾ കുട്ടിക്ക് അമ്മയുടെ ചൂടും സുരക്ഷിതത്വവും നൽകുന്നത് ഈ പാവയാണ്. പേടി തോന്നുമ്പോഴും സങ്കടം തോന്നുമ്പോഴും കുട്ടികൾ ഇതിനോട് സംസാരിക്കും. അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കൊരു ടെഡി ബിയറിനെ നൽകുന്നത് അവരുടെ മാനസിക വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പക്ഷേ ടെഡി ബിയർ വാങ്ങുമ്പോൾ മാതാപിതാക്കൾ 2 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. അവയുടെ കണ്ണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്ലാസ്റ്റിക് കണ്ണുകൾ അഥവാ ബട്ടൺ ഐസ് ഉള്ള പാവ കൊടുക്കരുത്. അവർ അത് കടിച്ച് പറിച്ച് വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. ഇത്തരം ചോക്കിംഗ് ഹസാർഡുകൾ ഒഴിവാക്കേണ്ടതാണ്. പകരം നൂലുകൊണ്ട് തുന്നിയ കണ്ണുകൾ ഉള്ളത് മാത്രം വാങ്ങുക. അടുത്തത് വാഷബിൾ ആയിരിക്കണം. ഇതിൽ പെട്ടെന്ന് പൊടി പിടിക്കും, അലർജി വരാം. അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുന്ന പാവയാണോ എന്ന് നോക്കിയിട്ട് മാത്രം വാങ്ങുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴുകി വെയിലത്തുണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ചുറ്റും കാണുന്ന ജീവനുള്ളതും അല്ലാത്തതുമായ ഓരോന്നിനും അതിൻ്റേതായ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഇത്രയും നാൾ കണ്ട ആ ടെഡി ബിയറിൻ്റെ യഥാർത്ഥ കഥ ഇന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി മുതൽ നിങ്ങളുടെ കുട്ടി ആ പാവയെ നെഞ്ചോട് ചേർത്ത് ഉറങ്ങുന്നത് കാണുമ്പോൾ ആ കാഴ്ചക്ക് കുറച്ചുകൂടി മധുരം കൂടും, തീർച്ച. കാരണം അത് വെറും ഒരു പഞ്ഞിപ്പാവയല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു അലിവിൻ്റെയും ശാസ്ത്രം തെളിയിച്ച സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ കുട്ടിക്ക് ടെഡി ബിയറുണ്ടോ? അല്ലെങ്കിൽ അതിന് അവനിട്ടിരിക്കുന്ന പേര് എന്താണെന്നെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഹാപ്പി പേരൻറ്റിങ്.